Alhamdulillah, wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in, amma ba'd. ബഹുമാനരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികൾ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ ഒരു വചനത്തിൽ വിശ്വാസികളായ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പരാമർശിക്കുന്നു. അതിന്റെ ആരംഭം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീല. മിനൽ മുഅ്മിനീന റിജാൽ, വിശ്വാസികളിൽ പെട്ട ചില ആൺകുട്ടികളുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ, അവരുടെ പ്രത്യേകത എന്താ? അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറ് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവർ അള്ളാഹുമായി കൊണ്ട് ചില കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആ കരാറ് അവർ ഭംഗിയായി പാലിച്ചു. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു, അവരിൽ നിന്ന് തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച് ഭംഗിയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞവരുണ്ട്. വമിൻഹും മൻ യൻതദിർ, തങ്ങൾക്കുള്ള അവസരം എന്ന് വരും എന്ന് കാത്തിരിക്കുന്നവരായ ആളുകളുമുണ്ട്. വമാ ബദ്ദലൂ തബ്ദീല, അള്ളാഹുമായി കൊണ്ട് അവർ ചെയ്ത കരാറിൽ അവരൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ കരാർ അവർ അതിൻ്റെ പരിപൂർണതയിൽ പാലിച്ചവരും അതിൻ്റെ പരിപൂർണതയിൽ പാലിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമാണ് എന്ന പരാമർശം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനുയായികളായ സഹാബികളെ കുറിച്ച് പറഞ്ഞ ചില വചനങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾ അനവധിയാണ്. ആ യുദ്ധങ്ങളിൽ ഉഹദ് യുദ്ധം പല കാരണങ്ങളാൽ സ്മരണീയമാണ്. ഒന്ന്, വിശ്വാസികൾക്ക് അതിലുണ്ടായ പരാജയമാണ് ഉഹദിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. രണ്ടാമത്, ഒരുപാട് സ്വഹാബികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം കൂടിയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു പരാജയം വിശ്വാസികൾക്ക് അവൻ അനുവദിച്ചു കൊടുത്തതിന് പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾക്കുള്ള സ്നേഹത്തിന്റെ, പ്രവാചകന്റെ ജീവൻ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അനേകം ചരിത്രങ്ങൾ നമുക്ക് കാണാം. സുലഭമാണ്. ഉഹദിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ സുലഭമാണ് സ്വഹാബത്തിന്റെ ധീര യോദ്ധാക്കളായ സ്വഹാബികളുടെ പോരാട്ടം. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ആണ് ആ പരാമർശിക്കപ്പെടേണ്ട വ്യക്തികളിൽ ഒരാൾ. ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഈ ആയത്ത് ഇറങ്ങാൻ കാരണങ്ങളിൽ ഒന്ന്, സബബുൻ നുസൂൽ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ പോരാട്ടം. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവസാന ഘട്ടത്തിൽ വിശ്വാസികൾക്ക് പരാജയം ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുക എന്നതാണ് അവിശ്വാസികളുടെ ലക്ഷ്യം. പ്രവാചകനെ കൊല്ലുന്നത് വഴി ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുരടറുത്ത് കളയാമെന്ന് വിചാരിച്ച് പ്രവാചകന്റെ ചുറ്റും കഴുകന്മാർ വട്ടമിടുന്നത് പോലെ പ്രവാചകന് ചുറ്റും ശത്രുക്കൾ വട്ടമിട്ട സമയത്ത് ഏതാനും സഹാബികൾ മാത്രമാണ് പ്രവാചകന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി, ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അടുത്തുണ്ടായിരുന്നത്. അതിലൊന്ന് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മരണപ്പെട്ടു എന്ന കള്ളവാർത്തയിൽ വിശ്വസിച്ച് വിശ്വാസികളിൽ പലരും ചിതറിയോടുന്ന സമയത്ത് ശത്രുക്കള് ശക്തമായി തമ്പടിച്ചു നിൽക്കുന്ന പ്രദേശത്തേക്ക് ഓടി അടുക്കുകയാണ് അനസ് ഇബ്നു നദർ. ഈ സംഭവം കണ്ടുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഈ ധൃതിപ്പെട്ടു പോകുന്നത്? അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, അജിദു വാഹൻ ലിരീഹിൽ ജന്ന ദൂന ഉഹദ്. ഉഹദിന്റെ താഴ്വാരത്ത് സ്വർഗത്തിന്റെ പരിമളം പടരുന്നുണ്ട്, ഞാനത് തേടിപ്പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ രക്തസാക്ഷിയാവാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്, ഞാൻ എൻ്റെ പ്രവാചകന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പോവാണ്
എന്ന് പറഞ്ഞ് അദ്ദേഹം പുറപ്പെടുകയും ശത്രുക്കളോട് ധീരമായി പോരടിച്ച് മരണപ്പെടുകയും ചെയ്ത സ്വഹാബിയാണ്. അവസാനം അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് മയ്യത്ത് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് വികൃതമാക്കപ്പെട്ടതിനാൽ ഇത് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം പെങ്ങള് വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈവിരലുകളിലെ മോതിരം കണ്ടുകൊണ്ടാണ് ഇത് അനസ് ഇബ്നു നദറിൻ്റെതാണ്, തന്റെ ആങ്ങളയുടെ മയ്യത്താണ് എന്ന് തിരിച്ചറിയുന്നത്. കാരണം ആ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഫവജദു ഫീഹി ബിദ്അൻ വതമാനീന ഖത്അത സൈഫിൻ. അവർ അദ്ദേഹത്തിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ കണ്ടത് 80-ൽ പരം വാളുകൊണ്ടും കുന്തം കൊണ്ടും അമ്പ് കൊണ്ടുമുള്ള മുറിവുകൾ ആ മനുഷ്യന്റെ ശരീരത്തിലുണ്ടെന്ന്. ഈ ആയത്ത് മിനൽ മുഅ്മിനീന റിജാലൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളെ പരാമർശിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച അടിമകളായ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അയാള് ഗ്രാമവാസി കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കടുത്ത ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ വിജയിക്കുകയും അനേകം യുദ്ധാർജിതം മുതൽ ലഭിക്കുകയും ചെയ്ത സമയത്ത് പ്രവാചകൻ ഈ മനുഷ്യന് വേണ്ടി കുറച്ച് മാറ്റിവെച്ചു. അദ്ദേഹം സ്ഥലത്തില്ല. ആ ദരിദ്രനായ മനുഷ്യൻ, ആ അറാബി തിരിച്ചു വന്ന സമയത്ത് സ്വഹാബത്ത് അദ്ദേഹത്തിന് വേണ്ടി റസൂല് ഭാഗിച്ചു വെച്ച വലിയൊരു സമ്പത്തിന്റെ വിഹിതം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? അവര് പറഞ്ഞു, ഖിസ്മുൻ ഖസമഹു ലക യാ റസൂലുള്ളാഹ്, ഇത് റസൂൽ നിനക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഫഅഖദ ബിഹി ഫദഹബ ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാങ്ങി ആ സമ്പത്ത്, വെള്ളിയോ അതുപോലുള്ള സ്വർണമോ ഉള്ള സമ്പത്തുമായി കൊണ്ട് നേരെ റസൂലിന്റെ അടുക്കിലേക്ക് ചെന്നു. റസൂൽ ചോദിച്ചു, മാ ഹാദാ, റസൂൽ ഇതെന്താണ്? ഖിസ്മുൻ ഖസംതുഹു ലക. റസൂൽ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി തരാൻ വേണ്ടി സ്വഹാബത്തിനെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, മാ അലാ ഹാദാ തബഅതു, ഇതിനു വേണ്ടിയല്ലല്ലോ റസൂലെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചത്. ഇത്തബഅതുക അലാ അൻ ഉർമാ ഹുനാ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഞാൻ വിശ്വസിച്ചത് എന്റെ ചെന്നിയിൽ ശത്രുവിന്റെ ഒരു അമ്പ് പതിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചത്. അഥവാ ഷഹാദത്താണ് എന്റെ ലക്ഷ്യം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുക. ആ സമയത്ത് റസൂൽ പറയാണ്, ഇൻ സദഖ്തല്ലാഹ യസ്തുഖ്, നീ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു നിന്നോട് സത്യസന്ധത കാണിക്കും. അദ്ദേഹം അതുപോലെ മരണപ്പെട്ടു പോയ സ്വഹാബിയാണ്, യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ്. ഇത് പറയുന്നത് ഇതൊരു ഉഹദിന്റെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് ആധുനിക കാലഘട്ടത്തിലും അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പോലെ, അബൂ തൽഹത്ത് ഇബ്നു ഉബൈദില്ലയെ പോലെയുള്ള, അബൂ തൽഹത്തുൽ അൻസാരിയെ പോലെയുള്ള അനേകം സ്വഹാബിമാര് ആധുനിക ലോകം തേടിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സംസാരിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായി ശത്രുക്കൾ ചിത്രീകരിക്കാൻ, മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രവാചകന്റെ തെളിമയാർന്ന ജീവിതം ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ, ഈ ലോകത്ത് ഇത്തരം ജിഹാദിൽ ഏർപ്പെടാൻ ഇസ്ലാം നേരത്തെ പറഞ്ഞതുപോലെ കാത്തിരിക്കുന്നവരായ ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ദീനിനു വേണ്ടി തനിക്കൊരവസരം ലഭിക്കുമോ, ദീനിനു വേണ്ടി എന്തും ത്യജിക്കാൻ തനിക്കൊരവസരം ലഭിക്കുമോ എന്ന് കാത്തിരിക്കുന്നവരിൽ പെടാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ബഖീഇൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് കരഞ്ഞു. പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിലെ മരണത്തിന് തൊട്ട് ഏതാനും 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ബഖീഇൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. സ്വഹാബത്ത് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉഹദ്, ബഖീ തുടങ്ങിയ മഖ്ബറകൾ സന്ദർശിച്ച് അവിടുത്തെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു വരികയാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലെ കരയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദിത്തു അന്നി ലൗ ലഖീതു ഇഖ്വാനി, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
സഹാബത്ത് ചോദിച്ചു, അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ, അങ്ങയുടെ കൂടെ തന്നെ ഇല്ലേ? ലാ അൻതും അസ്ഹാബി, അല്ല, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്, എൻ്റെ കൂടെ ജീവിച്ചവരാണ്. വഇഖ്വാനി അല്ലദീന ലം യഅതു ബഅദ്, എൻ്റെ സഹോദരങ്ങൾ ഇന്ന് വരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല, അവർ പിന്നീട് ജനിക്കാൻ പോകുന്നവരാണ്. എന്നെ നേരിട്ട് കാണാൻ കഴിയാത്തവരും എൻ്റെ മരണശേഷം എൻ്റെ പ്രവാചകന്റെ മദീനയിലേക്ക് എത്തുന്നവരും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവാചകനിൽ വിശ്വസിക്കുന്നവരും എന്നാൽ പ്രവാചകനെ ഒരിക്കൽ പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരുമാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലി, തൻ്റെ സമ്പത്തും തൻ്റെ കുടുംബവും പകരം കൊടുത്താൽ പ്രവാചകനെ ഒരു നോക്ക് കാണാമെന്ന് ഒരു അവസരം അവർക്ക് ലഭിച്ചാൽ അവരതിനും തയ്യാറാണ്. സമ്പത്തും തൻ്റെ കുടുംബവും പകരം കൊടുത്തിട്ടെങ്കിലും പ്രവാചകനെ ഒരു വട്ടം കാണാൻ അവസരം ലഭിക്കുമെന്ന് പറഞ്ഞാൽ അവരതിനും തയ്യാറാണ്. അങ്ങനെയുള്ളൊരു വിഭാഗത്തിൽ നമുക്ക് പെടാൻ സാധിക്കണം. അങ്ങനെയുള്ളൊരു വിഭാഗത്തിൽ നമ്മൾ പെടുമ്പോൾ ആ പ്രവാചകന് വേണ്ടി അനസ് ഇബ്നു നളർമാരായിക്കൊണ്ട് ഈ പറഞ്ഞ അറാബിയെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബികളെ പോലെ പ്രവാചകന് വേണ്ടി നിലകൊള്ളാനും പ്രവാചകന് വേണ്ടി ശബ്ദിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ ശബ്ദിക്കാനുള്ള ഒരു കൂട്ടം യോദ്ധാക്കളെ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജാമിഅ നബവിയ പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ആത്മാർത്ഥതയോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ റബ്ബുമായി കരാറിൽ ഏർപ്പെടാനും ആ റബ്ബിനോടുള്ള കരാറ് പൂർത്തീകരിക്കാൻ അതിനുവേണ്ടി കഴിയാവുന്ന രൂപത്തിൽ പോരടിക്കാനും വിജ്ഞാനം കൊണ്ട് ആ രംഗത്തേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.